ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് അരിപ്പൊടി, നമ്മൾ നൈസ് പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടിയാണ് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ വെള്ളം എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ പൊടിയെടുക്കാം. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ കറക്റ്റ് പാകത്തിന് കിട്ടും. പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ ലോ ഫ്ലെയിമിലാക്കി ഒന്നെല്ലാം കൂടി ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ മാവ് സോഫ്റ്റായി കിട്ടില്ല. ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം മൂടി വെക്കാം. ഇനി ഈ ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചെറു ചൂടോടെ കുഴച്ചെടുക്കാം. ഇടയ്ക്ക് കൈയൊന്ന് നനച്ച് കൊടുത്താൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതാ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ സവാള, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് ഓയിൽ, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 വറ്റൽമുളക്, 1/2 സ്പൂൺ കടുക്, കുറച്ച് ഉലുവ, പിന്നെ ഒരു ഫിഷ് ടൂണയാണ്. ഇവിടെ കിട്ടുന്നതിൽ എനിക്ക് നല്ലതായി തോന്നിയത് ഇതാണ് കേട്ടോ, അയാം ബ്രാൻഡിൻ്റെതാണ്. ഇത് ചില്ലിയുടെ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല. ഇതിൽ തന്നെ മുളകുള്ളത് കൊണ്ട് അത്യാവശ്യം എരിവുള്ളത് കാരണം പച്ചമുളകിൻ്റെയോ മുളക് പൊടിയുടെയോ ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്ന ടൂണയിൽ വ്യത്യാസം വരും. ചിലതിൽ മുളക് പൊടിയും പച്ചമുളകും ചേർക്കേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കടുക്, ഉലുവ എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കടുക്, ഉലുവ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. ചുമ ആയത് കാരണമാണ് മുളകിൻ്റെ സ്മെല്ലടിച്ചാൽ വീണ്ടും ചുമ കൂടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതാകുമ്പോൾ ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ മുളകിൻ്റെ സ്മെല്ലടിക്കുകയും ഇല്ല. എല്ലാം കൂടി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
ഇനി കുറച്ച് നേരം ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുന്നതിൻ്റെ ക്ലിപ്പ് മിസ്സായി പോയതാണ്. ഈ ടൈം ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിട്ട ഉപ്പ് കറക്റ്റ് പാകം തന്നെയാണ്. ഇനി ഇതിലേക്ക് ടൂണ ഇട്ട് കൊടുക്കാം. ഇതിലിങ്ങനെ മുളക് ഒരു 3 എണ്ണം ഉണ്ടാകും, അതുകൊണ്ടാണ് മുളക് ചേർക്കാനത്. നല്ല സ്പൈസി വേണ്ടവർക്ക് ഒരു 2 പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇനി ഒരു വാഴയിലയിൽ കുറച്ച് ഓയിൽ തടവിക്കൊടുത്ത് ഇതുപോലൊരു ബോളാക്കിയ ശേഷം വാഴയിലയിൽ വെച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത മാവിലേക്ക് റെഡിയായിട്ടുള്ള ടൂണിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായി ഇങ്ങനെ പരത്തി കൊടുത്ത ശേഷം ഇങ്ങനെ വാഴയില മടക്കി കൊടുത്ത് അടൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഈ ടൈം ഞാനിവിടെ സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആക്കിയിട്ടുള്ള അടകൾ ഇതുപോലുള്ള ആവിപാത്രത്തിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ അടയും ഞാൻ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനിതൊരു 40 മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഓരോ പാത്രത്തിൻ്റേതനുസരിച്ചായിരിക്കും വേവിൻ്റേത്, നിങ്ങൾ നോക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഫിഷ് ട്യൂണ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ട്യൂണ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്